A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Sky Wave Water and Amusement Park, Kakkadampoyil, Valamthood, Malappuram. Aishwarya Institute of Nursing Sciences. Sri Vivekananda Padana Kendram, Palemad, Edakara. നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മൂക്കാതെ പഴുത്ത നേതാവാണെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ്. നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനത്തിന് കോൺഗ്രസ് എതിരാണെന്ന നഗരസഭാ ചെയർമാന്റെ പ്രസ്താവന രാഷ്ട്രീയ പക്വത ഇല്ലാത്തതാണെന്നും പാലോളി മെഹബൂബ് പറഞ്ഞു. 1903 സ്ഥാപിതമായ നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിലെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ മാത്രമാണ് ചൂണ്ടിക്കാട്ടിയത്. നഗരസഭ 2 വർഷം മുൻപ് സ്ഥലം വിട്ടുകൊടുക്കാൻ അനുമതി നൽകിയിട്ടും എന്തുകൊണ്ട് തുടർ നടപടി ഉണ്ടായില്ലെന്നും പാലോളി മെഹബൂബ് ചോദിച്ചു. 1 ഏക്കറിൽ താഴെ സ്ഥലമാണ് നിലമ്പൂർ വീട്ടിക്കുത്ത് സ്കൂളിനുള്ളത്. 2 ഏക്കറിൽ കൂടുതൽ സ്ഥലം നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിനുണ്ട്. ഈ സ്ഥലത്തിന് പകരം വീട്ടിക്കുത്ത് സ്കൂളിനോട് ചേർന്ന് 1 സെന്റ് സ്ഥലം പോലും പുതുതായി വാങ്ങിയിട്ടില്ല. 506 കുട്ടികൾ കൂടി വീട്ടിക്കുത്ത് സ്കൂളിലേക്ക് എത്തിയാൽ അവർക്ക് കളിസ്ഥലം പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടാകും. നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനത്തിന് എന്നും കോൺഗ്രസും UDFും പിന്തുണ നൽകിയിട്ടേയുള്ളൂവെന്നും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ UDFിന് ഏറ്റവും വലിയ ഭൂരിപക്ഷം ലഭിച്ചത് നിലമ്പൂർ നഗരസഭയിൽ നിന്നാണ്. ഇതിന്റെ ജാള്യത മറക്കാനാണ് നഗരസഭാ ചെയർമാൻ കോൺഗ്രസ് വിരുദ്ധ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നഗരസഭയിലെ ചൂരംകുളം അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ച് UDF സമരത്തിലേക്ക് കടക്കുമെന്നും പാലോളി മെഹബൂബ് കൂട്ടിച്ചേർത്തു. പ്രീ പ്രൈമറി കുട്ടികളടക്കം വീട്ടിക്കുത്ത് സ്കൂളിൽ നിലവിൽ 380ഓളം കുട്ടികളാണ് പഠിക്കുന്നത്. ഈ 380ഉം ഈ 506ഉം കുട്ടികളാകുമ്പോൾ ഏകദേശം 800 ചില്ലാനം വരുന്ന കുട്ടികളെ ഉൾക്കൊള്ളുവാനുള്ള ഒരു സ്ഥിതിയല്ല നിലമ്പൂർ വീട്ടിക്കുത്ത് സ്കൂളിനുള്ളത്. അപ്പം അതുകൊണ്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലമേറ്റെടുക്കുന്ന വിഷയത്തിൽ ഒരു നിലവിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാതെ തന്നെ സ്കൂളിനും ആശുപത്രി വികസനത്തിനും തടസ്സമില്ലാത്ത രീതിയിലുള്ള തീരുമാനമാണ് കൈക്കൊള്ളണമെന്നാണ് 2 വർഷം മുമ്പ് ഞങ്ങൾ എടുത്ത തീരുമാനം. ആ തീരുമാനം തന്നെയാണ് ഞങ്ങൾ HMC യോഗത്തിലും പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം NHMന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു കെട്ടിടത്തിൻ്റെ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്ത ചടങ്ങാണ്. ആ ചടങ്ങിൽ നിങ്ങളൊക്കെ പങ്കെടുത്തതാണ്. അവിടെ ഞങ്ങളാരും തന്നെ നഗരസഭാ ചെയർമാനെ അധിക്ഷേപിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഊഴം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് 2 വർഷം മുമ്പ് നഗരസഭ ഈ സ്കൂൾ വിട്ടുകൊടുത്തു. അന്ന് അതിനെ എതിർത്തത് കോൺഗ്രസ്സുകാരാണ് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഊഴം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ആരാണ് വിട്ടുകൊടുത്തത്? എന്നിട്ട് വിട്ടുകൊടുത്തിട്ട് ഇപ്പം എന്തായി? ഇതാണ് ചോദിച്ചത്. ഇതെങ്ങനെ അധിക്ഷേപമാകും? അദ്ദേഹത്തിൻ്റെ അജ്ഞതയാണ്, അദ്ദേഹത്തിൻ്റെ ഈ കാര്യത്തിലുള്ള അറിവ് കുറവാണ്. കാരണം നഗരസഭയുടെ വിട്ടുകിട്ടിയ സ്ഥാപനം എന്നതിൽ കഴിഞ്ഞ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമോ വിട്ടുകിട്ടിയ മറ്റു സ്ഥാപനങ്ങളോ പൂർണ്ണമായും വിട്ടുകൊടുക്കാൻ നഗരസഭയ്ക്ക് അധികാരമില്ല. നഗരസഭാ കൗൺസിൽ ചെയ്തത് ആശുപത്രി വികസനത്തിന് ആവശ്യമായിരിക്കുന്ന സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിലേക്ക് കത്തെഴുതുക മാത്രമാണ്, ശുപാർശ ചെയ്യുക മാത്രമാണ്. അതിനെ നഗരസഭയ്ക്ക് അധികാരമുള്ളൂ. ഞങ്ങൾ അവിടെ ആ മീറ്റിങ്ങിൽ ചോദിച്ചത് 2 കൊല്ലമായല്ലോ, എന്നിട്ടിപ്പോൾ എന്തായി? LDF ഗവൺമെൻറ് ആണല്ലോ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലം വിട്ടുകൊടുക്കാൻ ഐക്യകണ്ഠേന തീരുമാനമെടുത്തിട്ടും ഇത് ഇപ്പോഴും ഫയലിൽ ഉറങ്ങുകയാണ്. കാരണം വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും സംയോജിച്ചെടുക്കേണ്ട ഒരു തീരുമാനം, ആ തീരുമാനം എങ്ങുമെത്താതെ ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. അന്ന് MLA ഉണ്ടായിരുന്നു, ഇപ്പോഴും സർക്കാരുണ്ട്. എന്നിട്ടും ഈ 2 വർഷം മുമ്പ് ഈ എടുത്ത തീരുമാനം, ഈ തീരുമാനത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇന്നും ഈ ആശുപത്രി വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഫയൽ കിടക്കുന്നത്. ആര്യാടൻ മുഹമ്മദ് ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് ഒന്നും ചെയ്തില്ലെന്ന നഗരസഭാ ചെയർമാന്റെ പ്രസ്താവന പരിഹാസ്യമാണെന്ന് DCC അംഗവും നിലമ്പൂർ ജില്ലാ ആശുപത്രി HMC അംഗവുമായ A. ഗോപിനാഥ്. ആര്യാടൻ മുഹമ്മദ് കൊണ്ടുവന്നതല്ലാതെ എന്തു വികസനമാണ് കഴിഞ്ഞ 9 വർഷമായി നടപ്പാക്കിയതെന്ന് ചെയർമാൻ വ്യക്തമാക്കണം.
2015 നിലമ്പൂർ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയായി ഉയർത്തിയത് ആര്യാടൻ മുഹമ്മദാണ്. അന്നുണ്ടായിരുന്ന സ്റ്റാഫ് പാറ്റേൺ മാത്രമാണ് ഇപ്പോഴുമുള്ളത്. ഒരു അറ്റൻഡറെ പോലും അധികമായി നിയമിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആര്യാടൻ മുഹമ്മദ് കൊണ്ടുവന്ന മാതൃശിശു സംരക്ഷണ കേന്ദ്രം LDF സർക്കാർ 9 വർഷമായിട്ടും എന്തുകൊണ്ട് പൂർത്തിയാക്കിയില്ലെന്നും എ ഗോപിനാഥ് ചോദിച്ചു. ആര്യാടൻ മുഹമ്മദ് 2016 തറക്കല്ലിട്ട നിലമ്പൂർ ബൈപ്പാസ് ഇപ്പോഴും പണി തുടങ്ങാതെ കിടക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്ത് MLAയുടെ ഇടപെടലുകളുടെ ഭാഗമായി 1ാം ഘട്ട നിർമ്മാണം മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 9 വർഷമായി ഉണ്ടായിരുന്ന MLA വിമർശനങ്ങൾക്കാണ് കൂടുതൽ സമയം ചിലവഴിച്ചത്. ഒന്നും നടത്താൻ കഴിയാത്തവരാണ് കോൺഗ്രസിനെ വികസന വിരുദ്ധരാക്കാനുള്ള ശ്രമം നടത്തുന്നത്. ജില്ലാ ആശുപത്രി വികസന കാര്യത്തിൽ കോൺഗ്രസ് നാടിനൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും എ ഗോപിനാഥ് പറഞ്ഞു. ഒന്നും നടക്കാതെ ഞങ്ങൾ എതിർത്തിട്ടാണ്, ഞങ്ങൾ വടിവെച്ചിട്ടാണ് ഇത് നടക്കാതെ പോകുന്നത് എന്ന് പറയുന്ന ഈ ജൽപ്പനത്തിനെ ഞങ്ങളെതിര്. അല്ല, ഞങ്ങൾ UDF തമ്മിൽ ലീഗും തമ്മിൽ പ്രശ്നപ്പെടല്ല. പിന്നെ ആര്യാടൻ എന്ത് ചെയ്തു? ആര്യാടനാണ് ഈ ആശുപത്രി ജില്ലാ ആശുപത്രി ആക്കിയത്. 142 ബെഡ് സെന്റിൽ 84 ആളുകൾ, 42 ഡോക്ടർമാരടക്കമുള്ള 84 ആളുകൾ വെച്ചുള്ള സ്റ്റാഫ് പാറ്റേൺ 2015 ആര്യാടൻ ജില്ലാ ആശുപത്രിയായി ഉയർത്തിയപ്പോൾ കൊണ്ടുവന്ന അതേ സ്റ്റാഫ് പാറ്റേണാണ് ഇന്നും 330 ആൾക്കാരെ അഡ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഒരു സ്റ്റാഫ് നേഴ്സിനെ, ഒരു അറ്റൻഡറെ അധികം വെക്കാൻ ഈ 9 കൊല്ലക്കാലമായിട്ട്. ഇപ്പോൾ സലീം അൻവറിന് വിട്ടെന്ന് ഞങ്ങൾ ധരിച്ചത്. ഇന്നലെ അൻവറിന്റെ പത്രസമ്മേളനത്തിൽ, സലീമിന്റെ പത്രസമ്മേളനത്തിൽ ഒരു അൻവർ കൊണ്ടുവന്നു, ആയിക്കോട്ടെ. അങ്ങനെയൊക്കെ അൻവർ എന്ത് ചെയ്തു? ഈ 9 വർഷക്കാലം കൊണ്ട് ഒരു സ്റ്റാഫ് നേഴ്സ് പോട്ടെ, ഒരു അറ്റൻഡർ, മുറി കെട്ടാനുള്ള ഒരു അറ്റൻഡറെ പോസ്റ്റ് അവിടെ സാങ്ഷൻ ചെയ്തിരിക്കണോ? ഞങ്ങൾ HMC ചോദിച്ചതാണ്, ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി ആര്യാടൻ 2016 മന്ത്രിയായി ഒഴിയുന്ന സമയത്ത് 2014 അവസാനം UPയുടെ ഗവൺമെന്റ് NRSMൽ 10 കോടി റുപ്യ നമ്മുടെ ആസ്പത്രിയിൽ മാതൃശിശു വാർഡ് നിർമ്മിക്കാൻ വേണ്ടി അനുവദിച്ചു. 10 കോടി. അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, പഴയ ബിൽഡിങ്. അത് കാലഹരണപ്പെട്ട ബിൽഡിങ്ങാണ്. അത് അബോളിഷ് ചെയ്യണം. അത് അബോളിഷ് ചെയ്യാൻ വേണ്ടിയുള്ള ഉത്തരവ് 1.5 മാസം കൊണ്ട്, ഞാനാണ് അതിന് പിന്നാലെ പോയത്, ആര്യാടൻ്റെ സമഫലമായി 1.5 മാസം കൊണ്ട് കയ്യോടെ വാങ്ങിക്കൊണ്ടത് അന്നത്തെ ആസ്പത്രി സൂപ്പർ നമ്മുടെ കയ്യിൽ കൊടുത്തു. ആ ബിൽഡിങ് പൊളിച്ചിട്ടാണ് അവിടെ കെട്ടിടപ്പണിയുന്നത്. ഇപ്പം എത്ര വർഷമായി? 9 വർഷമായി. അന്ന് PSNൽ ഏൽപ്പിച്ചതാണ് അതിൻ്റെ വർക്ക്. അത് ചെയ്യിക്കാൻ കഴിഞ്ഞില്ല. ഈ ഗവൺമെന്റ് ഇവർ പറയണോ ഞങ്ങളാണ് നടപ്പിലാക്കി, ഞങ്ങളാണ് ഇവിടെ കൊടുന്നത് എന്ന് പറയണ്ടല്ലോ. അത് നടപ്പിലാക്കാൻ കഴിയില്ല. എന്നിട്ട് എന്തായി? രണ്ടാമത് അവർ ഇട്ടുപോയി. ഇത് നടത്താൻ വേണ്ടി 3 ശതമാനം കോടി, 4 കോടിയോളം ഉറപ്പിക്കുക ജില്ലാ പഞ്ചായത്ത് അവരുടെ പദ്ധതി എടുത്ത് കൊടുത്തു. എന്നിട്ട് ഇപ്പം അത് എന്ത് ചെയ്തു? വാക്കോസിനെ ഏൽപ്പിച്ചു. അവിടെ തറക്കല്ലിടാൻ നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്താ മന്ത്രി പറഞ്ഞത്? 6 മാസം കൊണ്ട് ഇതിന് പണി തീർക്കണം. അതിപ്പോ എത്രയായി? 2 കൊല്ലം കഴിഞ്ഞില്ലേ? A+ വിഷൻ, നിലമ്പൂർ. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, ടോപ്പ് സ്പിൻ റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്, ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ്, ഓപ്പൺ ബോഡി സ്ലൈഡ്, ക്ലോസ്ഡ് ബോഡി സ്ലൈഡ്, 16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.